ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പലരും ചോദിച്ചിരുന്ന ഒരു റെസിപ്പിയാണ് ബട്ടൂര. ഹോട്ടലുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ തന്നെയുള്ള ബട്ടൂര വളരെ ഈസി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ബലൂൺ പോലെ വീർത്ത് വരുന്ന നല്ല പഫി ആയിട്ടുള്ള ബട്ടൂര എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം ഒരു ചെറിയ ബൗളിലോട്ട് 1.5 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഉപ്മാവിനൊക്കെ യൂസ് ചെയ്യുന്ന വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കണം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെക്കുമ്പം റവ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. അപ്പം 5 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പിടിച്ച് റവ ഇതുപോലെ ആയിട്ടുണ്ടാവേ. നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിൽ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ശരിക്കും ബട്ടൂരയിൽ ഗോതമ്പ് പൊടി ചേർക്കില്ല കേട്ടോ, മൈദ മാത്രം വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് ഗോതമ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് പരത്തിയെടുക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പക്ഷേ ഫുള്ള് ഗോതമ്പ് പൊടിയിൽ മാത്രം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടൂരയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഒന്നുകിൽ ഫുള്ള് മൈദ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ മൈദയും ഗോതമ്പും മിക്സ് ചെയ്ത് എടുക്കണം. പിന്നെ ബട്ടൂര 2 രീതിയിൽ ഉണ്ടാക്കും. ഒന്ന് ഈസ്റ്റ് ചേർത്ത്, അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത്. അപ്പം ഞാൻ ഇന്ന് ബേക്കിംഗ് പൗഡറും സോഡയും ചേർത്തിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. മൈദയും ഗോതമ്പും കൂടി നമ്മൾ 1.5 കപ്പാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിനകത്തോട്ട് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് എന്ന് വെച്ചാൽ 4 ടേബിൾ സ്പൂൺ വരും കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച റവയുണ്ടല്ലോ, അതും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിൽ ചെറിയ ചൂടുവെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ഒരല്പം കൂടി സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കണം. പക്ഷേ ഒത്തിരി സോഫ്റ്റ് ആയി പോകരുത്. ഒരുപാട് അങ്ങ് നമ്മൾ ഒട്ടിപ്പിടിക്കുന്ന മാവായി കഴിഞ്ഞാൽ പിന്നെ അത് പരത്തിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് വെള്ളമേ വേണ്ടി വരത്തുള്ളൂ കേട്ടോ. മാക്സിമം ഒരു 1/4 കപ്പൊക്കെ വേണ്ടി വരത്തുള്ളൂ. അപ്പോൾ അതെ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാനിത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റാണ്. ഇനി ഒരു 5 മിനിറ്റ് ഇത് നന്നായി കുഴച്ച് നല്ല സ്മൂത്താക്കി എടുക്കാം. എത്രത്തോളം നന്നായി കുഴയ്ക്കുന്നോ ബട്ടൂര അത്രയും നന്നായിട്ട് കിട്ടും. അപ്പോൾ അതെ, നല്ലോണം കുഴച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം മാവ് കണ്ടോ, നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ വലിഞ്ഞു വരണം. ആ ഒരു രീതിയിലായി കഴിഞ്ഞാലേ ബട്ടൂര നന്നാവുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് കുഴച്ചിട്ട് നോക്കണം കേട്ടോ, ഇങ്ങനെ ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ കുറച്ചും കൂടി സമയം കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മതി. ഇനി ഇതൊരു 3-4 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ റെസ്റ്റിംഗ് ടൈം വളരെ പ്രധാനമാണ് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് മാവൊന്ന് ഫെർമെൻ്റ് ആവും. അപ്പോൾ ആ ബട്ടൂരയുടെ ടേസ്റ്റിൽ തന്നെ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് തന്നെ ബട്ടൂര ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരല്പം ഒരു 2-3 തുള്ളി എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അടച്ചു വെക്കുന്ന സമയത്ത് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് മാത്രം. ചെറുതായിട്ട് നനച്ച ഒരു തുണി കൊണ്ട് മൂടി മാറ്റി വയ്ക്കാം. അപ്പം മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ട് 4 മണിക്കൂറായി കേട്ടോ. ഇപ്പോൾ അത് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ഗോതമ്പ് കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. ബട്ടൂരയുടെ വലിപ്പത്തിനനുസരിച്ച് ഉരുളകൾ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുമ്പോഴാണെങ്കിൽ നല്ല വലിയ സൈസിലുള്ള ബട്ടൂരയാണ് കിട്ടുന്നത്. പക്ഷേ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രയും വലിയ പാത്രം വേണം, അത്രയ്ക്ക് എണ്ണ ഉപയോഗിക്കണം. അപ്പം ഞാൻ അതുകൊണ്ടൊരു മീഡിയം സൈസിലുള്ള ബട്ടൂര ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ബോളുകൾ എടുത്തു വയ്ക്കുക. ഏകദേശം ഒരു 6 അല്ലെങ്കിൽ 7 ബട്ടൂര നമുക്ക് ഈ ഒരു അളവിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഞാൻ കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുത്തിട്ടാണ് പരത്തുന്നത്. ചിലർ എണ്ണ ഒന്ന് തടവിയിട്ട് പരത്തും. പക്ഷെ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. മൈദയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പരത്തിയെടുക്കാം, കുഴപ്പമൊന്നുമില്ല മൈദ ഇട്ടാൽ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പരത്തി കൊടുക്കാം.
ഓക്കെ, പരത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് തിന്നായി പോകരുത്. ചപ്പാത്തിക്കൊന്നും പരത്തുന്ന പോലെ അത്ര അങ്ങ് കട്ടി കുറയരുത്. കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ പൊങ്ങി വരത്തില്ല. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഏകദേശം ഒരുപോലെ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു സൈഡ് കനം കുറഞ്ഞ ഒരു സൈഡ് കനം കൂടി അങ്ങനെ വരരുത്. എല്ലാ സൈഡും ഒരുപോലെ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കാം. അതും പല സ്ഥലത്തും പല കട്ടിയായി പോയാലും ഇത് നേരെ പൊങ്ങി വരത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പൂരിക്കൊക്കെ പരത്തുന്ന ആ ഒരു കനത്തിൽ പരത്തിയെടുത്താൽ മതി. അതുപോലെ ഇത് പരത്തി കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഉടനെ തന്നെ ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. അത് നമ്മൾ ചപ്പാത്തിയും പൂരിയൊക്കെ ചെയ്യുന്ന പോലെ എല്ലാം ഒരുമിച്ച് ഫ്രൈ ചെയ്യാനായിട്ട് നിൽക്കരുത്. ഒരെണ്ണം പരത്തി അപ്പം തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ഇടണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. എണ്ണയ്ക്ക് അത്യാവശ്യം ചൂടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മളിത് ഇട്ട് കഴിയുമ്പം നേരെ അങ്ങോട്ട് പൊങ്ങി വരത്തില്ല. ആദ്യത്തെ ഒരെണ്ണമൊക്കെ ഇടുമ്പോൾ ചിലപ്പം ചെറിയൊരു പ്രശ്നം തോന്നാം, കാരണം അത് എണ്ണയുടെ ചൂടൊക്കെ ഒന്ന് റെഡിയായി വരാനായിട്ട് ഇച്ചിരി സമയമെടുക്കും. പിന്നെ അത് ശരിയായിക്കോളും. അപ്പോൾ ഞാനിത് ഇട്ടു. അപ്പോൾ ഇതുപോലെ നല്ല ചൂടുണ്ടായിരിക്കണം എന്ന് വിചാരിച്ച് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകുന്നൊരു ചൂടും ആയിരിക്കരുത്. കണ്ടോ, ഇതുപോലെ അങ്ങ് പൊങ്ങി വരും. ഈസി ആയിട്ട് പൊങ്ങി വരും കേട്ടോ. നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത മാവാണ്, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ വെച്ചിട്ട്, അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പൊങ്ങി വരും. ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് മൊരിച്ചെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി ചെയ്ത് കാണിക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നു കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഇത് കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചേർത്ത റവയുടെ അളവ് കൂട്ടിയാൽ മതി. റവ ഒരു 1/4 കപ്പ് റവയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെയും കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പക്ഷെ ബട്ടൂര എന്ന് വെച്ചാൽ പുറമേ കുറച്ച് ക്രിസ്പി ആയിരിക്കണം, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കണം കഴിക്കുമ്പോൾ. അതാണ് അതിൻ്റെ ശരിക്കുമുള്ള ടെക്സ്ചർ. അപ്പം അതുകൊണ്ട് റവ ഞാൻ കൂടുതൽ ചേർക്കാറില്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്ത് കുറച്ച് സമയം വരെ ഇങ്ങനെ പഫി ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. പെട്ടെന്നൊന്നും അങ്ങനെ അങ്ങ് തണുത്ത് പോകത്തില്ല. പക്ഷേ ചൂട് കുറയും തോറും ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് കുറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ വീർത്തിരിക്കുന്നതും മാറും. അപ്പോൾ എപ്പോഴും ചൂടോടുകൂടി കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല വീർത്ത് വരും കേട്ടോ. നമ്മൾ ആ പരത്തുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നന്നായിട്ട് വരും. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസിയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടെ പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു കടലക്കറി അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചോല മസാലയാണ്. അതിൻ്റെ റെസിപ്പിയും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് രണ്ടും കൂടി ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കടലക്കറി ഇഷ്ടമില്ലാത്തവർക്ക് ചിക്കൻ മുളകിട്ടതോ ഒക്കെ കൂട്ടി വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.